നമസ്കാരം. എൻ്റെ വീടെന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതനുസരിച്ച് എനിക്ക് ലഭിച്ച 1-2 അന്വേഷണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറയുന്നത്. ഈ വാസ്തു എന്ന് പറയുന്നത് വീടിന് മാത്രമാണോ എന്നൊരു ചോദ്യമാണ്. അല്ല. ഒരു വസ്തു എങ്ങനെ ഉണ്ടായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, അതാണ് നമ്മുടെ വാസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീടിനെക്കുറിച്ച് മാത്രമല്ല ഈ വാസ്തു. ഒരു ബിസിനസ് സ്ഥാപനമായിരുന്നാലും, ഒരു തിയേറ്റർ ആയിരുന്നാലും, ഒരു കോംപ്ലക്സ് ആയിരുന്നാലും, ഒരു ഗവൺമെൻറ് മന്ദിരമായിരുന്നാലും, എന്ത് കാര്യമായിരുന്നാലും, ഈവൻ ഒരു മോട്ടോർ കാർ വരെ അതിന് വരെ വാസ്തുവുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കാറിന് എപ്പോഴും എൻജിൻ എവിടെയാണ് വെച്ചിട്ടുള്ളത്? മുന്നിലാണ്. പിറകിൽ വെച്ച് കാർ എന്താ ഇത്രയും കാലം ഇറക്കാത്തത്? ഇറക്കിയിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം. എന്തുകൊണ്ട് ബാക്കിൽ തന്നെ എൻജിൻ വെച്ചുകൊണ്ട് കാർ ഇറക്കിയില്ല? അതേസമയം ഓട്ടോയ്ക്കാണെങ്കിലോ ബാക്ക് എൻജിൻ ഓട്ടോ ഉണ്ട്, ഫ്രണ്ട് എൻജിൻ പണ്ടുണ്ടായിരുന്നു, കുറവാണ്. അപ്പോൾ ഓരോ സാധനങ്ങളും എവിടെ ആയിരിക്കണം, അതിന് ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് അത് മുന്നോട്ട്. അതുകൊണ്ടാണ് അത് കൂടുതൽ കാലം നിലനിൽക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വാസ്തു വീടുകൾക്ക് മാത്രമല്ല, എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും വാസ്തു ബാധകമാണ് എന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക്, പ്രത്യേകിച്ച് വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ, അത് വാടകയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കാശ് വരണം. ഇന്ന് നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏകദേശം ഒരു കെട്ടിടങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത് 3/4 ഭാഗവും വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നു. ഒന്നും പോകുന്നില്ല. എന്നാൽ ബിസിനസ്സുകൾ ധാരാളം തുടങ്ങുന്നുമുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ നിർമ്മിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാടക കൂടുതലുണ്ടായിരിക്കാം. എന്തായിരുന്നാലും നമ്മളത് പരിശോധിച്ച് കറക്റ്റ് ചെയ്യാവുന്ന കാര്യം മാത്രമാണുള്ളത്. ഇനി തിരുവനന്തപുരത്ത് വന്നവർക്ക് അറിയാവുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാനപ്പെട്ട 4 കവാടങ്ങളാണുള്ളത്. ആ 4 കവാടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സെൻറ്ററിൽ ഒരു ഡോറുണ്ട്, അതായത് പടിഞ്ഞാറ് നോക്കിയ ഒരു ഡോറുണ്ട്. അതെപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അതിന് പകരം ആൾക്കാർ കടന്നു പോകുന്നതും വരുന്നതൊക്കെ 4 കോർണറിലുള്ള ഒരു ഡോറിൽ കൂടിയാണ്. അത് തെക്ക് പടിഞ്ഞാറുണ്ട്, തെക്ക് കിഴക്കുണ്ട്, വടക്ക് കിഴക്കുണ്ട്, വടക്ക് വഴി. ഈ 4 ഗേറ്റിൽ കൂടിയാണ് ഇതിൻ്റെ സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ഏറ്റവും, അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡോറുണ്ട്, ചെറിയ ഡോർ, സ്റ്റേഡിയത്തിലോട്ട് ഇറങ്ങാൻ. അതുപോലെ പടിഞ്ഞാറ് ഭാഗമുണ്ട്. ഇതായിരുന്നു യഥാർത്ഥത്തിലുള്ള ആ ബിൽഡിംഗ് കെട്ടുമ്പോഴുള്ള വാസ്തു. പിന്നെ സൗകര്യാർത്ഥം എന്തായി? ഈ 4 കോണുകളിലും 4 മൂലകളിലും 4 വാതിലുകൾ വയ്ക്കുകയുണ്ടായി. അതുമൂലം നമ്മുടെ സെക്രട്ടറിയിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ സ്വയം വ്യാഖ്യാനിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അതൊക്കെ അവിടെ മാറ്റിപ്പണിയേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമുക്കത് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ 4 ഗേറ്റ് നമുക്ക് പിടിച്ച് മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു വാതിലുണ്ട്. ആ വാതിലെന്ന് പറയുന്നതിൻ്റെ നേരെതിരെയാണ് നന്തൻകോട് റോഡ് കിടക്കുന്നത്. ഒരു ഇറക്കത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ദോഷങ്ങളുണ്ടായി. അങ്ങനെ ഒരു വാസ്തുവിദഗ്ധൻ വന്നാണ് കറക്റ്റ് ചെയ്ത് ആ മെയിൻ ഡോറിൻ്റെ ഇടതുവശത്ത് വീണ്ടും ഒരു പുതിയൊരു ഡോർ വെച്ചപ്പോൾ കുറച്ചൊരു എനർജി ലെവൽ ഇവിടെ കൂടിയിട്ടുണ്ടെന്ന് അവിടെ ഉള്ളവർ പറയുന്നുണ്ട്. കുറച്ച് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും കോർപ്പറേഷൻ കൗൺസിൽ എപ്പോഴും അടിയും വഴക്കും ഇതൊക്കെ ബഹളമാണ്. അതിൻ്റെ ചില വാസ്തു കാര്യങ്ങളൊക്കെ മാറ്റാൻ അതിനകത്ത് ഇനിയുമുണ്ട്. പക്ഷെ നമുക്കൊന്നും അവിടെ കയറി കൈവയ്ക്കാൻ പറ്റുകയില്ല. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ അതിനകത്ത് ഓരോ റൂംസും എവിടെയാണ് ഇരിക്കുന്നത് എന്നുകൂടി നോക്കിക്കൊള്ളുക. പ്രധാനമായിട്ടിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ടോയ്ലറ്റുകൾ ശരിയായ സ്ഥലത്തൊന്നും അല്ല ടോയ്ലറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തോട്ട് വരാം. അപ്പോൾ പ്രധാനമായും നമ്മൾ വീടിന് മാത്രമല്ല, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വാസ്തു ബാധകമാണ്. നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്ന് വായു സഞ്ചാരം, മറ്റൊന്ന് ലൈറ്റിൻ്റെ സഞ്ചാരം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഒരു വീടിനായിരുന്നാലും ഒരു ബിൽഡിംഗ് കോംപ്ലക്സിനായിരുന്നാലും വേണ്ടത്. പിന്നെ ഇതിൻ്റെ ദിശ, അതായത് വിധിക്ക് വരാതെ നേരെ ചൊവ്വയുള്ള ദിശകളിൽ വീട് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനി വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ വാങ്ങിക്കുമ്പോഴും ഈ ബിൽഡിംഗ് തുടങ്ങുമ്പോഴും ഇതിനെല്ലാം സമയങ്ങളുണ്ട്, ചില നിമിത്ത ശാസ്ത്രങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 5 വർഷത്തിന് മുൻപേ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി
എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഒരു കാഴ്ചക്കാരനായിട്ടാണ്, അല്ലാതെ എനിക്കതിനകത്തൊരു പങ്കൊന്നുമില്ല. അവിടെ ഞാൻ പോയി. അവരെന്ത് ചെയ്തു, ആ ഫൗണ്ടേഷൻ്റെ കെട്ടിൻ്റെ സൈഡിൽ ഒരു വിളക്ക് കത്തിച്ച് നിറപറയൊക്കെ വെച്ചിട്ട് കല്ലെല്ലാം വെച്ച് പൂജിച്ച് ആ കല്ലെടുത്ത് മേശയുടെ കൈ കൊടുക്കുകയാണ്. ആ മേശരി അത് മേടിക്കുന്ന സമയത്ത് ആ ഫൗണ്ടേഷൻ്റെ സൈഡിൽ കൂടെ ഒരു കുട്ടി ഇപ്പുറത്ത് ചാടിയപ്പോൾ അതിൻ്റെ ഒരു ഷേക്കിൽ ആ വിളക്ക് നേരെ താഴെ ആ ഫൗണ്ടേഷനിൽ വീഴുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അണഞ്ഞ് താഴെ ആ ഫൗണ്ടേഷൻ വീഴുന്നു, കല്ല് താഴെ വയ്ക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടു, ഇത് പൂർണ്ണമാകില്ല, അഥവാ പൂർണ്ണമായാൽ അത് ദോഷം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു. അവരോട് പറഞ്ഞില്ല. പക്ഷേ അവിടെ കണ്ടുകൊണ്ടുന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇവിടെ ഉണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ നിമിത്തശാസ്ത്രം? ഞാൻ പറഞ്ഞു, മൂടിയേക്കുക, ഇവിടെ ഇനി ഒരു വീടും വയ്ക്കരുത്, വെച്ചാൽ ദോഷമായിരിക്കും. പക്ഷെ അതവർ കേട്ടില്ല. വീട് വെച്ച് പാല് കാച്ചിന് മുമ്പ് തന്നെ അതിൻ്റെ ഗൃഹനാഥൻ ആ വീട്ടിൽ തന്നെ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിമിത്തശാസ്ത്രവും പല ശാസ്ത്രങ്ങളും ഈ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അസ്ട്രോളജി ബന്ധപ്പെട്ടിട്ടുണ്ട്, ന്യൂമറോളജി ബന്ധപ്പെട്ടിട്ടുണ്ട്, കൈരേഖാശാസ്ത്രം, നിമിത്തശാസ്ത്രം, ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡാണ്. അത്ര ഒരു പവർഫുൾ സയൻസാണ് ഈ വാസ്തു എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല. പല വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയെല്ലാം വാസ്തു എന്ന് പറഞ്ഞാൽ അതൊരു സയൻസായിട്ട് അവർ കരുതുന്നുണ്ട് എന്നുള്ളതാണ്. അവർ വളരെ കൃത്യമായിട്ട് ഇത് പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചിലർ പാലിക്കുന്നില്ല എന്ന് പറയുന്നിരുന്നാലും അവർ അതിനോട് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇന്ത്യയിൽ ആരെടുത്തെങ്കിലും ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും അതിനകത്ത് ആ എർത്തിനോട് ഒരു വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിമിത്ത ശാസ്ത്രത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വസ്തു വാങ്ങിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചെന്ന് കാണാൻ പോകുന്ന സമയത്ത് അതിനെല്ലാം സമയങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നക്ഷത്രങ്ങളും അസ്ട്രോളജി അനുസരിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്ഥലം ചെന്ന് നോക്കാൻ പോകുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് കൊടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റ് എടുക്കുമ്പോൾ ചില നക്ഷത്രമുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കരുത്. അതായത് അഷ്ടമി എടുക്കരുത്, നവമി എടുക്കരുത്, കറുത്തവാവ് എടുക്കരുത്, ചതുർത്ഥി എടുക്കരുത്. ഈ ദിവസങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ദിവസങ്ങളൊക്കെ വളരെ നല്ല ദിവസമായിരിക്കും. വലിയ പ്രോബ്ലങ്ങളില്ലാതെ രജിസ്ട്രേഷൻ നടന്നു പോകുന്ന സമയം നമ്മളൊരു പ്ലോട്ട് അന്വേഷിച്ചു പോകുന്നു, അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന പെട്ടെന്നായിരിക്കും നമുക്ക് ആ പ്ലോട്ടിൽ ചെന്ന് എത്താൻ സാധിക്കുക. പക്ഷേ ആ പ്ലോട്ട് പറഞ്ഞ സ്ഥലത്തല്ല, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പല സ്ഥലത്തും ആ മുടുക അവിടെയൊക്കെ പോയി കറങ്ങിന് ശേഷമാണ് ഈ പ്ലോട്ടിൽ എത്തിച്ചേർന്നത് എങ്കിൽ ആ പ്ലോട്ട് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കൂടുതൽ അലയേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ പാലുകാച്ചിൻ്റെ ഡേറ്റുകൾ, ആ പാലുകാച്ചുമായി ബന്ധപ്പെട്ട പല പൂജകൾ, അതെല്ലാം ചില സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് നമ്മുടെ മനസ്സിനൊരു തൃപ്തി വരുന്നു, നല്ല രീതിയിൽ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ദൈവമൊന്നുമല്ല ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പം നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞ് മുകളിലിരിക്കുന്ന ആ സൂപ്പർ ഗോഡിനെ നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല. ഇതുവഴി പറഞ്ഞ് നമ്മുടെ ആ മുകളിലിരിക്കുന്ന ശക്തിയോട് പറഞ്ഞ് നമുക്ക് വേണ്ട മാറ്റങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അത്തരം വിശേഷമായ ചില പൂജകളും ഇതെല്ലാം നമ്മുടെ വീടുകൾ തുടങ്ങുമ്പോൾ പാലുകാച്ചുമായി ബന്ധപ്പെട്ട ചില പൂജകളുണ്ട്. അതൊക്കെ ചിലത് ചെയ്യേണ്ടി വരും. ചെയ്തിരുന്നാൽ മാത്രമേ നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാകുകയുള്ളൂ. പലരും പല പൂജകളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഈ പൂജകൾ ആദ്യം ആ വീട് വച്ച് ദിവസം മാത്രം ചെയ്യാറുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല. once in 3 years അത് റിപ്പീറ്റ് ചെയ്യണം. ഇതാരും റിപ്പീറ്റ് ചെയ്യാറില്ല. 10-20 വർഷം കഴിഞ്ഞ ശേഷമായിരിക്കും ചിലപ്പോൾ ചെയ്താലായി, ചെയ്തില്ലെങ്കിലായി. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു 3 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ആ വീട്ടിലൊരു ഗണപതി ഹോമം നടത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഹിന്ദു കൾച്ചർ അനുസരിച്ചാണെന്ന് പറഞ്ഞു. അതേസമയം ക്രിസ്ത്യൻ കൾച്ചർ ആണെങ്കിൽ എന്താണ്? ക്രിസ്ത്യൻ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പള്ളിയുടെ അച്ഛനെ 3 വർഷം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ശുദ്ധമാക്കി വെഞ്ചരിക്കുക എന്നുള്ളതാണ്. ആ വെഞ്ചരിക്കുന്നതിനകത്ത് വലിയൊരു പ്രാധാന്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ അജിയാർ വന്നിട്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെയും വെഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു 3 വർഷത്തിലൊരിക്കൽ നമ്മളത് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലരും നിർദ്ദേശിക്കാറുള്ള എന്താണെന്ന് പറഞ്ഞിരുന്നാൽ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ കൂടുതൽ വാസ്തുവിൽ വിശ്വസിക്കുന്നത്.
അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, 5 നേരം നിസ്കരിച്ചില്ലെങ്കിലും രാവിലത്തെ നിസ്കാരം കൃത്യമായിട്ട് കുടുംബാംഗങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഗ്രസ് ഉണ്ടാകുകയുള്ളൂ. അതിന് ഞാൻ ഒരു 50,000 പേർക്ക് ചാനലിൽ കൂടി അവർക്ക് കൂടെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് നല്ലൊരു പ്രോഗ്രസ് ഉണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് മാത്രം. നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്നിരുന്നാലും രാവിലെ എഴുച്ചുള്ള നിസ്കാരം വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ നോക്കിയാൽ പറ്റും. പക്ഷെ മുടക്കരുത്. അങ്ങനെ മുടക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം ഒരു 41 days കണ്ടിന്യൂസ് ആയിരിക്കണം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു 1-2 ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ അഗെയിൻ 41 days. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയായി മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് വീടും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഇക്വാലിറ്റി, ആ ബാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള വീടുകളിലാണ് ഇന്ന് പലരും ജീവിച്ച് 80-85 വയസ്സായി നമ്മുടെ കാരണവന്മാർ ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറ എത്ര വയസ്സ് വരെ ഉള്ളൂ? നമുക്ക് കേൾക്കാം 45 വയസ്സായപ്പോൾ പലർക്കും ക്യാൻസർ വരുന്നു, അറ്റാക്ക് വരുന്നു, പല മരണങ്ങൾ, ദുർമരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ അപ്പൂപ്പന്മാരും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അച്ഛനമ്മമാർ തന്നെ 80-85-90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണെന്നുള്ളത്. അവരൊരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ആ ഒരു ഏരിയ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ അവരിതൊന്നും വിശ്വസിക്കുന്നവർ കാണാം, വിശ്വസിക്കാത്തവർ കാണാം. പക്ഷേ വളരേണ്ടത് വഴിയിൽ തങ്ങില്ല, അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ സ്ഥലം കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഇതിനകത്ത് വരുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഇനി ഇതിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കണം, എത്ര സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കണം തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ പൈസയുടെ കാര്യത്തനുസരിച്ചാണ്, സ്ഥലത്തിൻ്റെ സൗകര്യമനുസരിച്ചാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീട് കഴിയുന്നതും വയ്ക്കരുത്. വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് താമസിക്കുവാൻ വലിയ പ്രയാസമായിരിക്കും. കൂടുതൽ കാലം താമസിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അവിടെയും വാസ്തു കുറച്ചുകൂടി കാര്യമായി നോക്കേണ്ടതായിട്ടുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുമെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ സംസാരിച്ചതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി അറിയിക്കുക. വിലാസങ്ങൾ താഴെ എഴുതി ചേർക്കുന്നുണ്ട്. ഇനി അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം.